ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. മൂന്നാർക്ക് പോയ ഒരു വീഡിയോയാണ്. പക്ഷേ ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡാണ് കേട്ടോ. ആ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുമ്പോൾ മൂന്നാർ തുടങ്ങി പൂപ്പാറ വരെയുള്ള ഒരു ഹൈവേ ആണ്. അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ NH85 ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൂന്നാർ തുടങ്ങി പൂപ്പാറ വരെ ഒരു 32 കിലോമീറ്റർ. അത് ഭയങ്കര രസമുള്ള ഒരു റോഡാണ്. അവിടെ കാണാനാണെങ്കിൽ കുറേ വ്യൂ പോയിന്റുകളും കുറേ മോഡൽ വളവുകളും അതുപോലെ തന്നെ കുറേ കുന്നു പിടിച്ച മലകളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അപ്പോൾ പണ്ട് ഇതൊരു ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു. ഒരു വണ്ടി വന്ന് കഷ്ടിച്ച് അങ്ങോട്ട് പോകാം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇവിടെ വൺ സൈഡ് വലിയ കുന്നുകളൊക്കെ ആയിരുന്നു. രണ്ട് മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു വഴി ആയതുകൊണ്ടാണ് ഇതിനെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കഷ്ടിച്ചൊരു വണ്ടി പോകാൻ മാത്രം സ്പേസ് ഉണ്ടായിരുന്ന ഒരു വഴിയെ ഇത്രയും എക്സ്പാൻഡ് ചെയ്തതുകൊണ്ടാണ് ഇതിനെ ഒരു എന്താ പറയുക ഒരു മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാനുള്ളത് ഇതിൻ്റെ അതേ ലെഫ്റ്റ് സൈഡ് നിറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു മിനി സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണോ ഒരു സ്വിറ്റ്സർലൻഡിൽ പോയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. ദൂരക്കോടെ ഇപ്പം എൻ്റെ ടൈം ഒരു 11-11:30 ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. രാവിലെ ആണെങ്കിൽ നല്ല കോടയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴത്തെ വ്യൂ കണ്ടോ, ഒരു സ്വിറ്റ്സർലൻഡിൽ പോയാൽ നമ്മൾ എന്താണോ കാണുന്നത് അതുപോലത്തെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാവുന്നത്. പണ്ട് മൂന്നാറൊക്കെ ടൂറ് വരുമ്പോൾ മൂന്നാർ ടൗൺ വഴി അവിടെ മലനിരകളും കുന്നുകളും തേയിലത്തോട്ടങ്ങളും കാടുകളൊക്കെ കണ്ട് അങ്ങനെ പോകായിരുന്നു. ഇപ്പോഴാണ് ഈ ഗ്യാപ്പ് റോഡ് വന്നത്. പിന്നെ കുറേ ടൂറിസ്റ്റുകൾ ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാർ തുടങ്ങി പൂപ്പാറ വരെ ഒരു 32 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡാണ്. നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ മൂന്നാർ തുടങ്ങി പൂപ്പാറ വരെ പോകാനായിട്ട് ഈ റൂട്ടിലൂടെ വരുന്നത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ വരുമ്പോൾ അടിമാലി വരും. അടിമാലി എന്ന് പറയുമ്പോൾ മൂന്നാറിന് തൊട്ട് മുമ്പത്തെ ഒരു ടൗണാണ്. ആ അടിമാലി വഴി നേരെ പൂപ്പാറയ്ക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ആ റോഡ് ഗ്യാപ്പ് റോഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് മൂന്നാറിലേക്ക് വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ. ഈ ഷോപ്പിലാണെങ്കിൽ കുറേ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മാങ്ങ, പൈനാപ്പിൾ. എനിക്ക് അവിടെ കൂടുതലും ഇഷ്ടമായത് പൈനാപ്പിൾ ആട്ടോ. ഈ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റം എന്ന് പറയുന്നത് ഉപ്പിലിട്ട എന്തെങ്കിലുമൊക്കെയാണ്. നല്ല അത്യാവശ്യം ചെറിയ ചൂടും ഉണ്ട്, എന്നാൽ തണുപ്പും ഉണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ ഈ ടൈമിലൊരു വെയിൽ അത് കൊണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ബാലൻസ് ചെയ്ത് പോകും. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ. നല്ല മാങ്ങ, നല്ല സ്വീറ്റായിരുന്നു മാങ്ങ. പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് പറയണ്ടല്ലോ. ഞാനിത് സ്ഥിരം വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാട്ടോ. ഞാൻ പണ്ട് മൂന്നാർക്കൊക്കെ പോയി ഇങ്ങനെ കഴിച്ചത് കൊണ്ടാണ് എനിക്കതിപ്പോൾ ഞാൻ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ കുറേ ടൂറിസ്റ്റുകൾ ഇതുപോലെ ഈ വ്യൂ ഒക്കെ കാണാനും ആസ്വദിക്കാനായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇതുപോലെ ഇവിടെ വന്ന് ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെ വന്ന് ഇത് കഴിക്കും കേട്ടോ. കാരണം അവരുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനമാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത്. അവർക്ക് ഇവിടെ വന്ന് പൈനാപ്പിൾ കഴിക്കുമ്പോൾ എന്തോ വലിയൊരു അത്ഭുത ഫ്രൂട്ട് കഴിക്കണ പോലെ കേട്ടോ. അതെനിക്ക് അവിടെ നിന്ന് ഒരാൾ കഴിക്കണം കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. പിന്നെ അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. ഇതുപോലെ അവിടെയൊക്കെ കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് ഈ വ്യൂ ഒക്കെ കാണാട്ടത്. ഇപ്പുറത്ത് ഈ സൈഡ് കാണുന്നുണ്ടോ, അതൊരു ഡാമാണ് കേട്ടോ സുഹൃത്തുക്കളെ. ആ ഡാമിൻ്റെ പേരാണ് ആനയിറങ്ങൽ ഡാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വന്നപ്പോൾ ഈ ഡാമിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ മേലെ നിന്നാൽ കാണാട്ടോ ഈ ഡാമിൻ്റെ കുറച്ചൊരു പോർഷൻ. അപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങും തോറും ആ ഡാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ എൻട്രൻസ് ഉണ്ട് കേട്ടോ. അവിടെ കയറണമെങ്കിൽ എന്തോ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് റേറ്റ് ഒക്കെ എന്താണോ ഞാൻ മറന്നുപോയി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ വലിയ കാര്യത്തിന് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് താഴേക്ക് പോയതാണ്. അവിടെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഉണ്ട്. അവർ ഗൈഡൻസ് ഒക്കെ തരും. അപ്പോൾ അവർ പറയും ഡാമിൻ്റെ ഇപ്രവശത്താണ് നിൽക്കുന്നത്, അപ്രവശത്താണ് ആന ഇറങ്ങുന്നത്. വലിയ കാര്യത്തിന് പോയതാണ് കേട്ടോ. അവിടെ പോയിട്ട് ആനേനെ പോയി ഒരു മൂട്ടേനെ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. വലിയ കാര്യത്തിന് ആനയിറങ്ങൽ ഡാം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇറങ്ങി പോയി കാണും. പക്ഷേ ആക്ച്വലി അവിടെ ആന ഇറങ്ങില്ല. ആനയ്ക്ക് ഇറങ്ങണമെങ്കിൽ ആന ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഒരു വേനൽക്കാലത്തായിരിക്കും. കാരണം ഫോറസ്റ്റിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഫോറസ്റ്റിൽ വെള്ളം കിട്ടാണ്ടാവുമ്പോൾ ആന വെള്ളത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെ ഇറങ്ങും. അത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വലിയ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെന്ന് കാണുമ്പോൾ ആന ഇറങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതേ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു സ്വിറ്റ്സർലൻഡിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു അറിവേ എനിക്കുള്ളൂ. അപ്പോൾ അതേ എനിക്കൊരു മിനി സ്വിറ്റ്സർലൻഡിൽ പോയ ഒരു ഫീലാണിത്. കാണുമ്പോൾ
ദൂരേന്ന് നോക്കുമ്പോൾ. ആക്ച്വലി ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ വണ്ടിയിലിരുന്ന് കണ്ടതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വീഡിയോയിൽ കണ്ടപ്പോഴാട്ടോ. അപ്പോൾ ദേ ആനയിറങ്ങൽ ഡാമിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഡാം ദൂരേന്ന് കണ്ടതാണ്, പക്ഷേ അതിൻ്റെ എൻട്രൻസ് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ പോവാണ്. അപ്പോൾ ഈ റോഡ് ചെന്നെത്തുന്നത് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ വലിയ എസ്റ്റേറ്റാണ്, നമ്മുടെ തേയില തോട്ടങ്ങളൊക്കെ കുറേ കാണാനുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. കറക്റ്റ് ഒരു പേര് എനിക്കും അറിയാമോളൂ, മൂന്നാർ ഗ്യാപ്പ് റോഡ്. പക്ഷേ ഇതിന് ആക്ച്വലി റിയൽ നെയിമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡ് അവിടെ ഇവിടെയൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടാട്ടോ പൂപ്പാറയിലേക്ക് പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും എലഫൻറ്റ് ക്രോസിങ് സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിലൂടെ എലഫൻറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ അത് ഇവിടെ കാണാനുള്ളത് കുറേ ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും കുറേ ഏലത്തോട്ടങ്ങളുണ്ട്. ഇങ്ങനെ പോകും തോറും നമ്മളൊരു ഫോറസ്റ്റിലേക്ക് പോണ പോലെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാറിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഫുഡ് കഴിക്കാം. പിന്നെ ഗ്യാപ്പ് റോഡ് വഴി വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കിയാൽ നടക്കില്ല കേട്ടോ. അവിടെ ഒന്നും അങ്ങനെ റെസ്റ്റോറൻറ്റ് കാണാനുണ്ടായില്ല. പിന്നെ ഒരു ടൗൺ എന്ന് പറയുന്നതാണ് ഈ പൂപ്പാറ. അതായത് ഈ മൂന്നാറിൽ ഗ്യാപ്പ് റോഡ് വരുന്നതിന് മുമ്പ് പൂപ്പാറയിലുള്ളവർ എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക? ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു നല്ല വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂന്നാറെന്ന് പറയുന്നത് ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങോട്ടേക്ക് കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പൂപ്പാറയിലുള്ള ആളുകളൊക്കെ തേയിലയും അതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാനായിട്ട് പോയത് വളരെ കഷ്ടപ്പെട്ടാണ്. അവർ കുറേ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഇത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളൊരു ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി അവർക്ക് ഹെൽപ്ഫുള്ളാണ് ഈ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പൂപ്പാറ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും നേരം ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. ഇത് പൂപ്പാറ ടൗൺ എത്തുന്നതിന് തൊട്ട് ഒരു 50 മീറ്റർ മുമ്പുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതാണ് കറൻലി പൂപ്പാറ ടൗൺ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടൗണാണ് കേട്ടോ. ഇവിടെ കൂടുതലും തമിഴ് വംശജരാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ കേരള ടു തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതേ തേയിലത്തോട്ടങ്ങളുടെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ കൂടുതലും തമിഴ് വംശജരാണുള്ളത്, മലയാളീസ് കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ വരുമ്പോണ്ടല്ലോ ഫുഡ് മൂന്നാറിൽ നിന്ന് കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം 32 കിലോമീറ്റർ സഞ്ചരിക്കുന്നിടത്ത് ഒന്നും റെസ്റ്റോറൻറ്റോ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് കോർട്ടോ ഒന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് ഈ പൂപ്പാറ ടൗണിലാണ് കേട്ടോ. ഇവിടെ 2-3 നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഈ എസ്റ്റേറ്റിൽ, അതായത് ഈ പൂപ്പാറ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഇവിടെ നിറച്ച് തേയിലത്തോട്ടങ്ങളാണല്ലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. വലിയ കാര്യമായ ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ടൗൺ. അപ്പോൾ ഇതൊക്കെയാണ് പൂപ്പാറ ടൗൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കാണാനുള്ള കാഴ്ചകൾ. അപ്പോൾ പൂപ്പാറ വന്ന ഒരാൾക്ക് തിരിച്ച് പിന്നെ മൂന്നാറിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങൾ മൂന്നാർക്ക് വരുമ്പോൾ അടിമാലിയിൽ നിന്ന് പൂപ്പാറ വഴി മൂന്നാറിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ മൂന്നാർക്ക് വന്നിട്ട് പൂപ്പാറയിലേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് മൂന്നാർക്ക് തന്നെ പോകേണ്ട വരും. അതൊരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് ടു പൂപ്പാറ റൂട്ടിലെ വിശേഷങ്ങൾ. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.